പിന്നെ ഒരു സഹോദരിയുടെ ഒരു കുറിപ്പ് ഇപ്പോൾ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് അവർ എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാനും ഹസ്ബൻഡും തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, സൗന്ദര്യപ്പിണക്കം അതൊന്നും ഇങ്ങനെ കൂടി. കാരണം ഭർത്താവ് കുറച്ച് തിരക്കുള്ള ആളാണ്, ചെറിയ ബിസിനസ്സാണ്, ഈ ലൈനിൽ സപ്ലൈ ചെയ്യുന്ന ആളാണ്. അപ്പോൾ വിചാരിച്ച സമയത്ത് വരില്ല. പിന്നെ നീ ഒരു 6 മണിക്ക് ഒരുങ്ങി നിൽക്ക്, ഞാൻ വരാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ വരിക 10 മണിക്കാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിങ്ങനെ സംസാരിച്ച് എന്ത് ചെയ്യും, എന്നാൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കണ്ട, നമ്മൾ തമ്മിൽ ശരിയാവില്ല, നമുക്ക് ഒരുമിച്ച് ജീവിക്കണ്ട എന്ന് പറയും. അങ്ങനെ അതൊരു വലിയ ഒരു മൂർധന്യാവസ്ഥയിലെത്തും. പക്ഷേ പിറ്റേന്ന് എന്താവും, നമ്മളെന്തിനാ വെറുതെ ചെറിയ നിസ്സാര കാര്യത്തിന് പിരിയണ്. അപ്പോൾ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ അവരെ കുറേ സുഹൃത്തുക്കളുണ്ട്, ഈ പെണ്ണിനും കുറേ സുഹൃത്തുക്കളുണ്ട്, ഭർത്താവിന് സുഹൃത്തുക്കൾ, ഇവരൊക്കെ എന്താ വെച്ചാൽ ഡിവോഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഡിവോഴ്സിൻ്റെ ഒരു ടെൻഡൻസി ഇങ്ങനെ അവർക്ക് വരാം. എന്തെങ്കിലും പ്രശ്നം പറയുമ്പോഴേക്കും എന്നാൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കണ്ട. ആകെ 2.5 വർഷമേ ആയിട്ടുള്ളൂ, അതിലൊരു വയസ്സുള്ളൊരു കുട്ടിയുണ്ട്. അപ്പോൾ അവൾ ചോദിക്കണം, ഇങ്ങനെ ഒരു എന്താ പറയുക, എന്തെങ്കിലും വരുമ്പോൾ പൊട്ടിത്തെറിച്ച് പോകാൻ തോന്നുന്നു, ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം നിങ്ങൾ പറഞ്ഞു തരണമെന്നാണ് സഹോദരി ചോദിച്ചത്. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഈ മാനസികാവസ്ഥ വളരെ ഡേഞ്ചറാണ്, അപകടകരമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടു, ഒരു കുട്ടിയായതിനു ശേഷം ഭാര്യയെ ഡൈവേഴ്സ് ചെയ്ത ഒരാളുടെ കഥ. അത് അയാൾ തന്നെ പറയാണ്. അപ്പോൾ അയാൾ വളരെ വികാരധീനനായി പറയാണ്, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരോടും ഞാൻ പറയണത്, നിങ്ങൾ ഡൈവേഴ്സ് ആവരുത്. ഇനി പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു കുട്ടിയായാൽ നിങ്ങൾ ഡൈവേഴ്സ് ആവരുത്. എൻ്റെ കൂടെ ജീവിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന എൻ്റെ മോന് എൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുന്നില്ല. ഒരു മകനെ അങ്ങേയറ്റം താലോലിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എനിക്ക് എൻ്റെ മോനൊരു 10 മിനിറ്റ് പോലും എൻ്റെ അടുത്ത് കിട്ടണില്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരു ദിവസം ആ മോൻ എൻ്റെ കൂടെ ഉറങ്ങുക എന്നുള്ളത് എൻ്റെ വലിയൊരാഗ്രഹമാണ്. അപ്പോൾ സത്യത്തിൽ ഈ ഡൈവേഴ്സ് എന്ന് പറയുമ്പോൾ, വിവാഹമോചനം എന്ന് പറയുമ്പോൾ, അതിൻ്റെ സീരിയസ്നെസ് ഇവർ ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളത് വളരെ വിഷമകരമായ ഒരു കാര്യമാണ്. കാരണം നിസ്സാര കാര്യത്തിൽ നമ്മൾ എന്തിന് പിരിയണം എന്നും അവർ തന്നെ ചോദിക്കുന്നു, നമുക്ക് പിരിഞ്ഞാലോ എന്നും അവർ ചോദിക്കും. അപ്പോൾ പിരിയാൻ മാത്രമുള്ള ഗുരുതരമായ ഒരു കാര്യമുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യൂല, നമ്മളെന്തിനാ വെറുതെ പിരിയണമെന്നുള്ള ചോദ്യം അവിടെ വരുന്നില്ല. അപ്പോൾ ഇവർക്കൊരു പ്രശ്നമില്ല. എന്നുവെച്ചാൽ ഈ വിവാഹമോചനത്തിൻ്റെ അപകടത്തെക്കുറിച്ച് അവരറിയാത്തത് കൊണ്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒന്ന്, വേർപിരിയുന്നതോടുകൂടെ അവർക്കവിടെ സ്നേഹത്തിൻ്റെ വില അറിയും. രണ്ടാളും ഒന്നിച്ച് ജീവിച്ചതിൻ്റെ ഒരു സന്തോഷം അറിയും. അവിടെ കുട്ടികളെ രണ്ടാളും വളർത്തിയതിൻ്റെ ഒരു ആഹ്ലാദം അവർക്കറിയും. പക്ഷെ അപ്പോൾ ചിലപ്പോൾ തിരിച്ചു വരാൻ പറ്റിക്കോളുന്നില്ല. കാരണം ഒരു ഡൈവേഴ്സ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, രണ്ടിലൊരാൾക്ക് തീരുമാനിക്കാമല്ലോ ഇനി തിരിച്ചു വരണ്ട. ആ മാനസികാവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ തിരിച്ചു വരവ് എന്ത് ചെയ്യില്ല, ഉണ്ടാവില്ല. അപകടം എന്ന് പറയാനുള്ള രണ്ടാമത്തെ കാരണം, സത്യത്തിൽ നമ്മളൊരു സംശയത്തിൽ നിൽക്കുമ്പോൾ എങ്ങനെ നമ്മൾ ജീവിക്കുക. നമ്മളൊരു ഉറപ്പിക്കണ്ടേ, എന്ത്, നമ്മൾ തന്നെയാണ് ഭാര്യ ഭർത്താക്കന്മാർ, നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും തരണം ചെയ്ത് മുന്നോട്ട് പോകണം എന്ന ശക്തമായ ഒരു തീരുമാനത്തിലല്ലേ ഒരു കുടുംബജീവിതം മുന്നോട്ട് പോകേണ്ടത്. പിരിയണോ പിരിയണ്ടേ, ഈ സംശയത്തിൽ ജീവിതത്തിൽ എന്ത് കാര്യമാണ് അങ്ങനെ. നമ്മളൊരു കാര്യം വാങ്ങണോ വാങ്ങണ്ടേ, ഇവിടെ താമസിക്കണോ താമസിക്കണ്ടേ, പോകണോ പോകണ്ടേ, ഇങ്ങനത്തെ ചിന്തയിൽ ആർക്കെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? നമ്മളിപ്പോൾ ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങണമെങ്കിൽ എന്ത് വേണം, ആ യാത്ര പോകും എന്ന് നമ്മൾ ഉറപ്പിക്കണ്ടേ. എന്ന പോലെ ജീവിക്കും, നമ്മൾ ഒന്നിച്ച് ജീവിക്കും എന്ന് ഉറപ്പിക്കാതെ അവർക്കൊരിക്കലും നല്ലൊരു കുടുംബജീവിതം ഉണ്ടാക്കുക സാധ്യമല്ല. അപ്പോൾ ഒന്ന്, വളരെ അപകടകരമാണ് ഈ ചിന്ത. മറിച്ച് നല്ലൊരു ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്നതാണ് ഈ തീരുമാനമില്ലായ്മയുടെ ജീവിതം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനി മുതൽ അവരെന്ത് ചെയ്യണം, നമ്മൾക്കൊരു കുട്ടിയുണ്ടല്ലോ, നമ്മൾ ഉമ്മയും വാപ്പയും, നമ്മൾ അവനെ വളർത്തി അവൻ്റെ കൂടെ ജീവിച്ച് അവന് കുറച്ച് തുണയൊക്കെ ഇനി ശേഷവും നമ്മുടെ മക്കളായി ഉണ്ടായി നമ്മൾ വളരെ സന്തോഷത്തിൽ മുന്നോട്ട് പോവുക എന്നെന്ത് ചെയ്യണം, കണിശമായൊരു തീരുമാനം എടുക്കണം. ഇത്രയും ഗൗരവമാണ് എന്ത്, ഡൈവേഴ്സ്. അതുകൊണ്ട് ഞാൻ നിന്നെ വിവാഹമോചനം ചെയ്താലോ എന്ന് എങ്ങനെയാണ് സ്നേഹിക്കുന്ന ഒരു ഭാര്യയെ നോക്കി ഭർത്താവിനെ നോക്കി പറയാൻ പറ്റുക. അപ്പോൾ ഒന്നും കൂടെ മാനസിക അടുപ്പമുണ്ടാക്കി വളരെ സ്നേഹിച്ച് പരസ്പരം പരിഗണിച്ച് ഒരു നല്ല ജീവിതം ഇനി നമ്മൾ തന്നെയാണ് ഒന്നിച്ചെന്നും എന്നൊരു തീരുമാനത്തോടെ മുന്നോട്ട് പോകണം.
ഇങ്ങനെ പോകുന്നത് വളരെ അപകടകരമാണെന്നാണ് അവരെ നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ധാരാളം നമുക്ക് വരുന്ന കുറേ കേസുകളുണ്ട്. അതെ, ഇതിൻ്റെ ഒരു ഗൗരവം അറിയാത്തത് കൊണ്ടാണത്. നമ്മൾ ഗൗരവം പറഞ്ഞത് വിവാഹമോചനം ഇസ്ലാം അനുവദിച്ചിട്ടുണ്ടെങ്കിലും അത് വളരെ ഗൗരവമായ ഒന്നാണ്. കാരണം വിവാഹമോചനം എന്നത് ഒരു പരിഹാരമായിട്ടാണ് ഇസ്ലാം നിശ്ചയിച്ചത്. ഒരു പ്രശ്നമായിട്ടല്ല, ഒരു പരിഹാരമാണ്. അതായത് വിവാഹമോചനം നടത്തേണ്ട ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ അവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ജീവിതം കിട്ടാനാണ് അവർ പിരിയണത്. കാരണം അവർക്ക് രണ്ടുപേർക്കും തമ്മിൽ ഒരു ജീവിതം സാധ്യമല്ലെന്ന് വന്നാൽ രണ്ടാൾക്കും പറ്റുന്ന ഒരു ഇണയെ തിരഞ്ഞെടുത്ത് രണ്ടാൾക്കും ഒരു ജീവിതം കിട്ടും. അവിടെ തന്നെ രണ്ടാൾക്കും ഒരു ജീവിതം കിട്ടാനാണ് അവർ പിരിയണത്. അതല്ലാതെ ജീവിതം ഇല്ലാതാവാനല്ല. ഈ ഒരു കുട്ടിനെയും വെച്ചിട്ട് പിരിയാൻ ആഗ്രഹമില്ലാത്ത രണ്ടാളുകൾ നാട്ടിലത്തെ എല്ലാവരുടെയും ഒരു ട്രെൻഡ് നോക്കിയിട്ട് ഡൈവേഴ്സ് ആയാൽ അവർക്ക് എന്തായിരിക്കും പിന്നെ സംഭവിക്കാമെന്ന് ആലോചിച്ചാൽ മതി. വളരെ പ്രയാസകരമാണ്. ഏതായിരുന്നാലും നമ്മളെ ഈ തലമുറക്കൊരു നല്ലൊരു ബോധം ആ വിഷയത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. അള്ളാഹു എല്ലാവരും അനുഗ്രഹിക്കട്ടെ.